വെൽക്കം ടു മൂവി ബ്രാൻഡ്. കയ്യിൽ കാനുലയുമായി പേളി മാണി വലിയ രീതിയിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പേളിയുടെ ഫാൻസ് രംഗത്തെത്തുന്നത്. വലിയൊരു രോഗം പേളിയെ പിടിവിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കി പേളിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം വരെ വളരെ ആക്റ്റീവായിരുന്ന പേളിക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് പ്രേക്ഷകരും ആരാധകരും ചോദിച്ചു തുടങ്ങിയതോടെയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായ പേളി മണി തന്നെ രംഗത്തെത്തിയത്. അവതാരികയായി തുടക്കം കുറിച്ച പേളി മലയാളികൾക്കേറെ സുപരിചിതമാകുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. സഹമത്സരാർത്ഥിയായിരുന്ന ശ്രീനീഷുമായുള്ള പ്രണയവും പിന്നീടുള്ള ഇവരുടെ വിവാഹവുമെല്ലാം മലയാളികൾ ഇരുവരും കൈനീട്ടി സ്വീകരിച്ചൊന്നാണ്. ഇന്ന് പേളി മാണി ഷോ എന്ന പേരിൽ സ്വന്തമായൊരു യൂട്യൂബ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്ന പേളി മാണി തെന്നിന്ത്യയിൽ തന്നെ വലിയ ശ്രദ്ധേയമാകുന്ന ഒരു അവതാരകയായി മാറിയിട്ടുമുണ്ട്. പേളി മാണിയുടെ തമാശകൾ നിറഞ്ഞ അഭിമുഖങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒട്ടനവധി ആരാധകർക്കിടയിലേക്കാണ് പേളിക്ക് ചില അസുഖങ്ങൾ ബാധിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത്. അവരെ നിരാശമാക്കുന്നൊരു വീഡിയോ ആയിരുന്നു അത്തരത്തിൽ പുറത്തു വന്നതും. ആശുപത്രിയിൽ നിന്നുമുള്ള പേളിയുടെ വീഡിയോ ആയിരുന്നു അത്തരത്തിൽ പുറത്തു വന്നത്. കയ്യിൽ കാനുലയുണ്ട്. പേഷ്യന്റ് എന്ന ഗൗണിലാണ് പേളി ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകർ കമന്റുമായിട്ട് എത്തുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം വരെ വളരെ ആക്റ്റീവായിരുന്ന പേളിക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ ഇപ്പോൾ പേളി അതിനൊക്കെ പ്രതികരണവുമായിട്ട് രംഗത്ത് വരികയാണ്. തനിക്ക് വയറിൽ ഇൻഫെക്ഷൻ വന്നതാണ് എന്നും അസഹനീയമായ വേദന ഇതിലൂടെ തനിക്കുണ്ട് എന്നുമാണ് പേളി മാണി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് പ്രകാരം എനിക്ക് കുറേയേറെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കല്യാണത്തിന്റെ അന്നാണെന്ന് തോന്നുന്നു ഇത്രയധികം മെസ്സേജുകൾ ഇതിനു മുമ്പ് എനിക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളിയുടെ വീഡിയോ ആരംഭിക്കുന്നത്. ഇത്രയൊക്കെ ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ തന്നെ കരുതുന്ന തന്നിൽ കരുതലുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ താൻ ഇതിന് മറുപടി പറയണം. അതുകൊണ്ടാണ് സ്റ്റോറി ഇടണ്ട എന്ന് കരുതിയിരുന്നതായിരുന്നു. ആശുപത്രിയിലാണ് എന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ മെസ്സേജുകൾ വന്നതുകൊണ്ട് പേളി നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും രംഗത്ത് വരുന്നത് കൊണ്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് താൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് താൻ രംഗത്തെത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് പേളി തനിക്ക് പറ്റിയ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. ഞാനിപ്പോൾ ഓക്കെ അല്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് പേളി മണി ഇത്തരത്തിലൊരു കുറിപ്പ് അല്ലെങ്കിൽ പ്രതികരണം നൽകുന്നത്. വയറിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പേളി വിശദീകരിക്കുകയാണ്. കഴിച്ചതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്നാണ് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നത്. പക്ഷേ അസഹനീയമായ വേദന നിലവിലുണ്ട് എന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നും പേളി മാണി വേദനയോടെ പറയുന്നു. ഞാൻ ബെറ്ററായ ശേഷം മാത്രമേ ഡിസ്ചാർജ് ആകുകയുള്ളൂ എന്നും 3-4 ദിവസം പിന്നെ കുറച്ച് റെസ്റ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിച്ച് പൂർവാധിക്യം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരുമെന്നും പേളി മാണി പറഞ്ഞു വയ്ക്കുന്നു. പൂർവാധികം ശക്തിയോടെ കൂടുതൽ അലമ്പ് തമാശകളോടെ ഞാൻ തിരിച്ചു വരുമെന്ന് ഒരു നിറപുഞ്ചിരിയോടെയാണ് പേളി മാണി പറയുന്നത്. എല്ലാവരോടും സ്നേഹം മാത്രമെന്നും പേളി മാണി ആരാധകരോടായി പറയുകയാണ്. പുതിയ ചിത്രം അനോമി പ്രൊമോഷൻ തിരക്കിലിടെയായിട്ടുള്ള നടി ഭാവനയുമായിട്ട് പേളി മാണി നടത്തിയ ഏറ്റവും വലിയ ഒരു ടോക്ക് കഴിഞ്ഞ ദിവസം വളരെയധികം വൈറലായിരുന്നു. സാധാരണഗതിയിൽ സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് പേളി മാണി ഈ പറയുന്നത് പോലെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നത് പതിവാണ്. പക്ഷേ ഭാവനയുമായി നടത്തിയിട്ടുള്ള ഇന്റർവ്യൂയുടെ ഒരു തംബ്നെയിൽ എന്ന് പറയുന്നത് ഇതൊരു ഇന്റർവ്യൂ അല്ല എന്ന് പറയുന്ന തരത്തിലായിരുന്നു. കാരണം അത്രമാത്രം ഒരുപക്ഷെ നടി ഭാവനയുടെ ഇന്റർവ്യൂകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പണ്ടത്തേതിൽ നിന്ന് മാറി നിരവധി അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്ന ഭാവന ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെ അല്ലെങ്കിൽ മുഖത്തൊരു സന്തോഷമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ നൽകുന്ന രീതിയിൽ ഗൗരവത്തിലിരിക്കുന്നതൊക്കെയായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം പേളി മാണിയുമായിട്ടുള്ള അഭിമുഖത്തിൽ പഴയതുപോലെ വളരെയധികം സന്തോഷത്തിൽ ചിരിച്ചു കളിച്ചിരിക്കുന്ന ഒരു ഭാവനയെ കാണാനടക്കം ഇടയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആശംസകൾ പേളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ പറയുന്നത് പോലെ പേളിക്ക് അസുഖമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്തായാലും ഭാവനയുമായിട്ടുള്ള ഇന്റർവ്യൂ, അത് പേളി മാണിയുടെ ഇന്റർവ്യൂ വളരെയധികം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. പേളി മാണി ഭാവനയുടെ ഇപ്പോൾ മനസ്സറിഞ്ഞുള്ള ആ ഒരു ചിരിക്ക് കാരണമായി മാറി എന്നുള്ള പ്രതികരണം അടക്കമാണ് വ്യൂവേഴ്സിൽ നിന്നും ലഭിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും വരുന്ന ഗസ്റ്റ് ഹാപ്പിയായി പോകുന്നത് പേളി മാണി ഷോയിലാണ് എന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്കും വേണ്ടത് അതാണെന്നും ഭാവന അടുത്ത കാലത്ത് ഇത്രയും സന്തോഷത്തോടെ ചിരിച്ചു കണ്ടിട്ടില്ല എന്നും തന്റെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയും സന്തോഷവും നൽകുന്ന പേളിയെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പേളി മാണിയുടെ ഈ വീഡിയോയ്ക്ക് പിന്നിൽ വലിയ രീതിയിൽ പ്രതികരണവുമായിട്ട് ആളുകൾ എത്തുന്നത്. അതേസമയം
ഇന്നാണ് ഈ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. നമുക്കറിയാം ഒട്ടനവധി ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. കാരണം മരണപ്പെട്ട ബിസിനസ്സുകാരനായിട്ടുള്ള CJ റോയ് അദ്ദേഹം അവസാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ഇപ്പോൾ ഭാവനയുടേതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് വളരെയധികം ആശംസകൾ നൽകിക്കൊണ്ട് മഞ്ജു വാര്യർ അടക്കം രംഗത്തെത്തിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ആദ്യ റിലീസ് ഇന്നാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ വലിയ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവന, റഹ്മാൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കിയാണ് ഈ സിനിമ, അനോമി എന്ന് പറയുന്ന സിനിമ പുറത്തു വരുന്നത്. റിയാസ് മരാത്ത് സംവിധാനം ചെയ്ത അനോമി സാധാരണ കുറ്റാന്വേഷണ സിനിമ എന്നതിലുപരി പാരലൽ അന്വേഷണത്തിന്റെ സാധ്യതകളെ ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തിയ സിനിമ കൂടി ആയിരിക്കുമെന്നാണ് പറയുന്നത്. അനോമി വൈകാരികമായി ഏറെ ആഴമുള്ള സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റിക് കഥാപാത്രമായാണ് താൻ അഭിനയിച്ചിട്ടുള്ളത് എന്ന് ഭാവന വ്യക്തമാക്കിയിട്ടുണ്ട്. മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നത് റഹ്മാനാണ്. ധ്രുവങ്ങൾ 16 ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ ശ്രദ്ധേയമായിട്ടുള്ള കുറ്റാന്വേഷണ വേഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു കരുത്തുറ്റ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി റഹ്മാൻ എത്തുന്നു എന്നുള്ളതാണ് അനോമിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. വിനു പപ്പു, വിഷ്ണു അഗസ്ത്യ, അർജുൻ ലാല്, ഷെബിൻ ബെൻസൺ, ദൃശ്യ, രഘുനാഥ് തുടങ്ങിയ മറ്റ് പ്രധാന ആളുകളും വലിയ വേഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ് ഫിലിംസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് കുമാർ മംഗത് പഥക്, അഭിഷേക് പഥക് എന്നിവരാണ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ, ബ്ലീഡ് സ്ക്രീൻ ഫിലിംസ്, അതുപോലെ തന്നെ APK സിനിമ എന്നിവരും ഭാവന ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നടി ഭാവനയും നിർമ്മാണ പങ്കാളികളായിട്ട് എത്തുന്ന സിനിമയാണ് ഇത്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അനിമൽ, അർജുൻ റെഡ്ഡി എന്നീ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ ഹർഷവർദ്ധൻ രാമേശ്വരൻ ആണ് ഇതിന്റെ അനോമിക്ക് വേണ്ടി സംഗീതമൊരുക്കിയിരിക്കുന്നത് എന്നതും പ്രത്യേകതയുണ്ട്. ഛായാഗ്രഹണ വിഭാഗം സുജിത് സാരംഗും ചിത്ര സംയോജനം കിരൺ ദാസും ആണ് നിർവഹിച്ചിരിക്കുന്നത്. ആക്ഷൻ ഡയറക്ടർ സന്തോഷാണ്. വസ്ത്രാലങ്കാരം നൽകിയിരിക്കുന്നത് സമീറ സനീഷാണ്. പബ്ലിസിറ്റി ഡിസൈൻസിന്റെ എല്ലായിടത്ത് തുടങ്ങിയിട്ടുള്ള വലിയ ഒരു ക്രൂ തന്നെയാണ് ഈ സിനിമയ്ക്ക് പിന്നിലുള്ളത്. എന്തായാലും ആ സിനിമ പുറത്തിറങ്ങാൻ ഇരിക്കുന്നതിനിടെയാണ് ആ സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രൊമോഷൻ നൽകിയിട്ടുള്ള പേളി മാണി ഇത്തരത്തിൽ അസുഖബാധിതയായി ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും അമ്മയ്ക്ക് കരുതലായിട്ട് നിലയും ഒക്കെ തന്നെയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനേഷും ഒപ്പം തന്നെ പേളിക്കൊപ്പം തന്നെയുണ്ട്. അസുഖം മാറി പൂർണ്ണമായിട്ടുള്ള റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം താൻ അതീവ ശക്തമായിട്ട് രംഗത്തേക്ക് വരും എന്ന് തന്നെയാണ് പേളി പറഞ്ഞു വെക്കുന്നത്.